ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും എനിക്കൊരു വീഡിയോ അർജൻറ്റായിട്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് ഇപ്പം എയറിൽ കയറി നിൽക്കുകയാണല്ലോ. സായി കാരണമാണ് കയറിയതെങ്കിലും പക്ഷേ വിശപ്പ് ശരിക്കും പെട്ടുപോയി. ആ ഒരു കാര്യം എന്തായാലും പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ പ്രബിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. പ്രബിൻ്റെ കുഴപ്പമൊന്നുമില്ല. അവൻ്റെ കാലിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത്. അപ്പോൾ ഉടനെ തന്നെ ചിലപ്പോൾ ഓരോ സർജറി ഉണ്ടാവും അടുത്ത മാസത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം ഏതെങ്കിലും ഒരു ദിവസം അവർ ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇനി അടുത്ത 29-ാം തീയതി തന്നെ അവർ പറഞ്ഞതുപോലെ ആ ഒരു ഡേറ്റിൽ പോയാൽ മതി. അങ്ങനെ അപ്പോൾ ഇതൊക്കെയുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അവൻ്റേതായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാം പ്രവീണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഈ സായി കൃഷ്ണയ്ക്ക് ഒരു മറുപടിയുമായിട്ട് ഒരു ഭീഷണി സ്വരത്തിൽ നമ്മുടെ വിശപ്പ് വന്നിരിക്കുകയാണ്. അതൊന്നും നമുക്ക് കണ്ടാലോ? ഓക്കെ, അപ്പോൾ എന്തായാലും രേണുസുതിയൊക്കെ ഉണ്ട്. വിശപ്പ് പെട്ടു എന്ന് പറഞ്ഞാൽ മതി. രേണുസുതിക്ക് സപ്പോർട്ടായിട്ട് വന്നതാണ് കേട്ടോ. വിശപ്പ് വിചാരിച്ചില്ല ഇത്രയും പ്രശ്നങ്ങളാവുമെന്ന്. എന്തായാലും വിശപ്പിന് ഭീഷണി ആരാണെന്ന് നമുക്ക് നോക്കാം. വിശപ്പിന് ഭീഷണി വന്നതാണോ അതോ വിശപ്പ് ഭീഷണിപ്പെടുത്തുകയാണോ എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്തായാലും വിശപ്പിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ഭാഗം നമുക്കിവിടെ ഒന്ന് കേൾക്കാം കേട്ടോ. ഞാനിവിടെ കൊടുക്കാമേ. ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ പറയുകയാണ്, ഞങ്ങൾ ഈ വോയിസ് ഒക്കെ എടുത്ത് പുറത്തിടുക. ഞാൻ അവരോടായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നിൽക്കുന്ന ഒരു വിഭാഗം യൂട്യൂബേഴ്സ് എന്ന് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വിടുമ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന പല കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിനോട് വന്ന് കൃത്യമായിട്ട് പറയും. അതും തെളിവുകളോടുകൂടി തന്നെ. ഇപ്പോൾ വിശപ്പ് പറയുകയാണ്, വിശപ്പിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ ഒരു വ്ളോഗറും, അതായത് വിശപ്പ് ഉദ്ദേശിക്കുന്ന 1-2 വ്ളോഗർമാരുണ്ട് കേട്ടോ, അവരോടാണ് ഈ പറയുന്നത്. അപ്പോൾ അവരാരും വിശപ്പിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ വരരുത് എന്നാണ് വിശപ്പ് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ വിശപ്പിന് എതിരായിട്ട് എന്തെങ്കിലും വോയിസ് റെക്കോർഡുകൾ എന്തെങ്കിലും നിങ്ങൾ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തെടുത്താൽ വിശപ്പ് മറ്റൊരു അന്യനായി പുറത്തു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക. വിശപ്പിൻ്റെ ഏതെങ്കിലും വോയിസ് നിങ്ങളുടെ കസ്റ്റഡികളിലുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും വ്ളോഗേഴ്സിൻ്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാതെ അങ്ങനെ പൂട്ടി വയ്ക്കുക തന്നെ ചെയ്യണം. വിശപ്പ് ഭീഷണിയായിട്ടാണ് വരുന്നത്. വിശപ്പ് വന്നാൽ ഒരു വരവ് വരുമെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പിൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വിശപ്പ് തെളിവടക്കം കൊണ്ടിട്ട് നമ്മുടെ മുന്നിൽ തരും എന്നാണ് വിശപ്പ് പറഞ്ഞ് നമ്മുടെ മുന്നിൽ ഭീഷണിയുമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബ്ലോഗർക്കും കൂടെ ഉള്ള ഒരു പണിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അടുത്ത ഒരു വോയിസ് കേട്ടിട്ട് വരാം. എന്റെ CC ക്യാമറയിൽ വന്ന തെളിവുകളുണ്ട് പല കാര്യങ്ങൾ. അത് വെച്ച് ഞാൻ പല കാര്യങ്ങൾ പറയാനിടയാകുമ്പോൾ പലർക്കും അത് മുറിവേൽക്കപ്പെടും. എനിക്കിപ്പോൾ അതിന് തുനിയേണ്ട ആവശ്യമില്ലെന്ന് ഓർത്ത് ഞാൻ സൗമ്യമായിട്ട് എന്റെ കാര്യം നോക്കി ഞാൻ മുൻപോട്ട് പോവുകയാണ്. സായി കൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, എന്റെ മുഖം അടിച്ചു പൊളിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എനിക്ക് നിങ്ങളോട് പകയില്ല, വൈരാഗ്യമില്ല, ദേഷ്യമില്ല ഒന്നും. പക്ഷെ നിങ്ങൾക്കത് പറയുവാനുള്ള ആ ചേതോവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഉടനെ നിങ്ങൾ എന്നെ അടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ചാട്ടവാറുകൊണ്ട് എന്നെ അടിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കുമല്ലോ. അപ്പോൾ പല തെളിവുകളും നമ്മുടെ വിശപ്പിൻ്റെ പക്ഷത്തുണ്ട്. അപ്പോൾ അത് വെച്ച് വിശപ്പ് നമ്മുടെ എതിരെ തിരിഞ്ഞാൽ പലർക്കും മുറിവുകൾ ഏൽക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭീഷണിയാണ് വിശപ്പിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ സായി കൃഷ്ണരോട് പറഞ്ഞതാണ്. സായി കൃഷ്ണ ഒരു വോയിസ് ഇറക്കിയല്ലോ, മുഖം അടിച്ച് പൊളിക്കണമെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ സായി കൃഷ്ണ ഈ ഒരു മീഡിയയിൽ മുന്നിൽ ഇരുന്നിട്ട് ഒരു തമാശ പോക്കിൽ അങ്ങ് പറഞ്ഞതാണ്. കാര്യം അങ്ങ് കയറി അങ്ങ് വൈറലായി സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സായി കൃഷ്ണരോട് പറയാം, മുഖം അടിച്ച് പൊളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അയാളോട് ക്ഷമിച്ചു എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ ഇത്രയും സ്ലോ ആയിട്ട് സാവകാശം നല്ല ക്ഷീണിതനായിട്ട് ഒരു പാവത്താന
അച്ഛനെ പോലെയാണ് ഇപ്പം വിശപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിശപ്പിനെ ആയിരുന്നു മറ്റെല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. വിശപ്പിൻ്റെ ജോലി മാത്രം ചെയ്ത് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. വിശപ്പ് വേറെ ഒരു അന്യനായി മാറി. ചില സമയങ്ങളിൽ നമ്മുടെ കൂടെ നിന്ന് സംസാരിക്കും, ചില സമയങ്ങളിൽ മറ്റൊരാളോട് നിന്ന് സംസാരിക്കും. ഇത് നമ്മൾ യൂട്യൂബറായിട്ടുള്ളവർ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് പറയും. അങ്ങനെ ചെയ്യുന്നതാണ് വ്ളോഗ് എന്ന് പറയുന്നത്. പക്ഷേ അച്ഛൻ അങ്ങനെ അല്ലല്ലോ. അച്ഛൻ എന്ന് പറയുന്ന നമ്മുടെ പള്ളിയിലെ ഒരു പുരോഹിതനാണ്. ആ ഒരു പുരോഹിതൻ വന്നിരുന്നും കൊണ്ട് ഓരോ നമ്മുടെ ചർച്ചിൽ വരുന്ന ഓരോ കുടുംബക്കാരും അപ്പോൾ ഒരു 50 കുടുംബക്കാരുണ്ടെങ്കിൽ 50 കുടുംബക്കാരെ നമ്മൾ ഒരുപോലെ കാണുന്നതാണ് നമ്മുടെ പുരോഹിതൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു കുടുംബക്കാരെ അങ്ങ് മുകളിൽ നിർത്തി ഒരു കുടുംബക്കാരെ അങ്ങ് താഴെ നിർത്തുമ്പം അവിടെ എന്താണ് പുരോഹിതന് സ്ഥാനം? അവിടെ വേറൊരു സ്ഥാനമാണ് പുരോഹിതനായ. ആ ഭാഷയൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഓക്കെ, അത് അടുത്ത അങ്ങനെയാണ് സായി കൃഷ്ണ ഈ ഒരു ഇത് പറഞ്ഞത്. അച്ഛൻ്റെ ആ ഒരു വോയിസ് കേട്ടിട്ട് ആർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. വിശപ്പിൻ്റെ ഒരു വോയിസ് കേട്ടിട്ട് വിശപ്പിൻ്റെ വോയിസ് മറ്റാർക്കും അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രമാണ് സായി കൃഷ്ണ വന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാക്കിയത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അച്ഛന് ഇപ്പോൾ ക്ഷമിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. ദൈവം കൂടുതലായിട്ട് വിശപ്പിനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. അടുത്തൊരു വോയിസ് കേൾക്കാം നമുക്ക് അച്ഛൻ്റെ. എന്നെ അങ്ങനെ അടിക്കുവാൻ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു എന്താണ് പറയേണ്ടത്, എനിക്ക് ഇത്രയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണ്. ബ്ലഡ് പ്രഷറിന് ഞാൻ വളരെ നീണ്ട വർഷക്കാലം 2 നേരം മെഡിസിൻ എടുക്കുന്ന ഒരാളാണ്. ഒരു പേഴ്സണൽ കാര്യങ്ങളല്ലാതെ എന്നെ മുറിവേൽപ്പിക്കുന്ന പല കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് പല യൂട്യൂബേഴ്സ് ഇന്റർവ്യൂ ചെയ്യാനിവിടെ വരുമ്പോൾ എനിക്ക് വേദനിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ട്. എന്റെ വായ അടയ്ക്കണം, മിണ്ടാതിരിക്കണം. അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് പോലാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്നോട് ചോദിക്കുന്ന പല ആൾക്കാരും മൈക്കുമായിട്ട് സീക്രട്ട് ഏജന്റ് സായിയുടെ അടുത്തേക്ക് ചോദിച്ചപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ് എന്റെ മുഖം അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞത്. എന്തെങ്കിലും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങളോട് പറയാൻ ഒരിക്കലും അദ്ദേഹത്തോട് എനിക്കൊരു പകയല്ല, ദേഷ്യമല്ല. അദ്ദേഹം ഇനി അഥവാ അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ എന്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. ഞാൻ ആ ലൊക്കേഷൻ അയച്ചുതരാൻ, നേരിട്ട് വന്ന് എന്റെ മുഖം അടിച്ചു പൊളിച്ചോളൂ, ഒരു കുഴപ്പമില്ല, അതിനെനിക്ക് വിരോധമില്ല. അച്ഛൻ പറയണത് സായികൃഷ്ണ അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അച്ഛോ. ആദ്യം അത് അച്ഛൻ മനസ്സിലാക്കണം. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിശപ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് തന്നെ ഒരു പുച്ഛമാണ് തോന്നുന്നത്. കാരണം നല്ല ആരോഗ്യ പ്രശ്നമുള്ള ഒരു അച്ഛനാണെന്നാണ് പറയുന്നത്. 2 നേരം മെഡിസിൻ കഴിക്കുന്ന ബിഷപ്പാണ്. ബിഷപ്പ് 2 നേരം മെഡിസിൻ കഴിക്കുന്ന ഒരാളാണ്. ഈ 2 നേരം മെഡിസിൻ കഴിക്കുന്ന ബിഷപ്പ് മറ്റൊരു വീട്ടിൽ ഒരു പ്രേയറിന് വേണ്ടി പോയാൽ, ഒരു രോഗിയുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയാൽ ആദ്യം ബിഷപ്പ് എന്താ ചെയ്യേണ്ടത്? അവിടുത്തെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. അവിടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ബിഷപ്പിന് ചെയ്യാൻ പറ്റുമെങ്കിൽ, സഹായമായാലും മറ്റെന്ത് കാര്യമായാലും ചെയ്യാൻ പറ്റുമെങ്കിൽ ബിഷപ്പ് ചെയ്യുക മാത്രമേ അവിടെ ബിഷപ്പിൻ്റെ ജോലിയായിട്ടുള്ളൂ. അവരുടെ അടുക്കളയിലകത്തുള്ള ഡീറ്റെയിൽസ് മൊത്തം എടുത്ത് ചോർത്തി കൊണ്ട് വന്നിട്ട് മീഡിയക്കാർക്ക് കൊടുക്കുകയാണോ അച്ഛാ ചെയ്യേണ്ടത്? എനിക്കറിയാഞ്ഞിട്ടാണ് അച്ഛാ ചോദിക്കുന്നത്. മീഡിയക്കാർക്ക് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ വിശപ്പിൻ്റെതായ അസുഖ കാര്യങ്ങളെല്ലാം ഇത്രയും മാത്രം വെച്ചിട്ട് വിശപ്പ് മീഡിയക്കാരുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? വിശപ്പിൻ്റെ വയ്യായ്മ വിശപ്പിന് മാത്രമല്ലേ അറിയുള്ളൂ, മീഡിയക്കാർക്ക് എല്ലാവർക്കും അറിയാമോ? അല്ലല്ലോ. ഓക്കെ, അതുപോലെ തന്നെ അച്ഛൻ പറയാണ്, അച്ഛൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളാണെന്ന്. അത് അച്ഛൻ പറഞ്ഞ കറക്റ്റാണ്. വിശപ്പ് പറഞ്ഞ കറക്റ്റാണ്. വിശപ്പ് പറയാണ്, വിശപ്പിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ വ്ളോഗേഴ്സ് എല്ലാം വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ വിശപ്പ് ഒരു കാര്യം മനസ്സിലാക്കിയില്ല. വിശപ്പ് മീഡിയക്കാരുടെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞത് അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാ വ്ളോഗേഴ്സും എടുത്ത് അച്ഛനെ ഒന്ന് എയറിൽ കയറ്റി വിട്ടത് അല്ലേ? അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. ഇപ്പം എനിക്ക് ഈ ഒരു വ്ളോഗ് കേട്ടപ്പോൾ, അച്ഛൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് ഈ ഒരു വ്ളോഗ് എനിക്ക് സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ വെച്ചാൽ, വിശപ്പിൻ്റെ അഭിപ്രായം കേട്ടപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയണ. വിശപ്പ്
സത്യത്തിൽ ബിഷപ്പിന് ഈ ഒരു പണി ചേരില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നല്ലൊരു വ്ളോഗ് ചാനലൊക്കെ തുടങ്ങി ഒരു നല്ലൊരു റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്ത് അച്ഛനങ്ങ് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം അച്ഛൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ പറയാനൊക്കെ അറിയാം. ബിഷപ്പിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാൻ നല്ലതുപോലെ അറിയാം. അപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽസ് ആയിട്ട് ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്നുണ്ട്. ബിഷപ്പിന് നല്ലൊരു ചാനൽ തുടങ്ങി നല്ല ഒരു റിയാക്ഷൻ വീഡിയോസ് അങ്ങ് കൊടുക്കുക, അത്ര തന്നെ ബിഷപ്പെ. എനിക്ക് ഇതിൽ ഇനി കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എന്തായാലും സായി കൃഷ്ണയെ കുറിച്ച് ഈ പറയുന്നതൊക്കെ ശരിയാണോ കള്ളമാണോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ആ ഒരു വ്ളോഗ് ഇവിടെ കൊടുക്കാം കേട്ടോ. ആ ബിഷപ്പൊക്കെ അയാളൊക്കെ ചാട്ടോണ്ടടിക്കണം. അത് യേശു കുരിശുമ്പോൾ കിടന്നുകൊണ്ടാ, ഇല്ലെങ്കിൽ തിരിച്ചു വന്ന അയാളെ മൂന്നടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. അയാൾക്ക് എന്ത് പരിപാടി കാണിക്കുന്നത്? അയാൾ ബിഷപ്പാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വെറുതെ ഇതിനിടയിൽ കിടന്നിട്ട് മൂപ്പരൊക്കെ എന്തൊക്കെയോ പിച്ചു. അയാൾ മറ്റേത് മാതിരിയാ, അമ്പി അന്യൻ റമ്മോ. ക്യാമറ കണ്ടപ്പോഴത്തേക്കും എല്ലാ ഭാവം എടുത്ത് പുറത്തിട്ടുണ്ട്. ഒരു വട്ടം പറയും ഇല്ല എല്ലാവരെയും സഹായിക്കണം, ഇപ്പുറത്ത് പറയില്ല കിച്ചു നിന്നെ ഞാൻ കാണിച്ചു തരണം. അച്ഛനും ലൈക്ക് അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നം തീർക്കാണോ നോക്കണ്ടേ, അവരെ തമ്മിലടിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെ നിങ്ങളിവിടെ കേട്ടല്ലോ സായി പറഞ്ഞ അച്ഛനെക്കുറിച്ച്. വെറും ഒരു തമാശ പുകല് ചിരിച്ചും കൊണ്ട് പറയണതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും ബിഷപ്പ് ഇങ്ങോട്ട് പറഞ്ഞതിനുമുള്ള മറുപടിയാണ്. സായി കൃഷ്ണ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അമ്മയും മോനും തമ്മിലുള്ള പ്രശ്നം ഇത്രയും വഷളാക്കി വെച്ചത് ബിഷപ്പ് തന്നെയാണ്. അത് 100% സത്യമാണ്. അവർ തമ്മിൽ പറയാനുള്ള കാര്യം അവർ തമ്മിൽ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ അവർ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ്. ബിഷപ്പ് ഇത്രയും കൊണ്ടുവന്ന് എയറിൽ കയറ്റി വിട്ടത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമെന്ന് ബിഷപ്പിന് അറിയാത്തതൊന്നും അല്ലല്ലോ, അറിയാമല്ലോ. നേരത്തെ രേണുസുതിക്കെതിരെ ബിഷപ്പ് ഇങ്ങനെ വന്നപ്പോൾ റിയാക്ഷൻ വീഡിയോസ് നല്ലപോലെ ഓടിയതാണല്ലോ. അപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും റിയാക്റ്റ് ചെയ്യുമെന്ന് അറിയാമല്ലോ ബിഷപ്പിന്. അറിഞ്ഞു വെച്ചിട്ട് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് ഈ ബിഷപ്പ്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് പറയാനൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബും ചെയ്യുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.